ഇങ്ങനെ പാതകളൊക്കെ. വെള്ളിമുക്ക് ഇവിടെ ഇന്നലെ ഹമ്പടറെ കണ്ട് നമ്മള്. ഇവിടെ ഇങ്ങനെ ഹമ്പുണ്ടായില്ല പറയും. അപ്പൊ മറ്റേ സർവീസ് റോഡായിരിക്കടാ. അത്ര വീതിയുള്ള റോഡല്ല, ശരിക്കും മെയിൻ റോഡ് തന്നെയാ കാട്ടിയ. നീ ആ സ്ഥലം ഇവിടെയാണോ അതെ കൊല്ലമായിരിക്കുമോ? കൊല്ലത്തായിരിക്കുള്ളൂ. ആ സ്ഥലത്തിന്റെ പേരെന്ന് പറഞ്ഞിട്ടാ വെട്ടിച്ചിറ. വെട്ടിച്ചിറ. വെട്ടിച്ചിറ ശരി കൊല്ലത്തുണ്ടാവുന്നു. അതായിരിക്കും, കാരണം ഇതുപോലത്തെ റോഡാണ് കാണിച്ചേ. എന്നിട്ട് പറന്നു വന്ന് മറ്റേ കാറും ഓട്ടോറിക്ഷ തെറിച്ചു പോയി ഞാൻ വിചാരിച്ചേ. ഇതിലെ ശരിക്കും ഇത് റോഡ് ചാലായി കഴിഞ്ഞാൽ ഇതിൽ ഓട്ടോറിക്ഷ കയറാൻ പാടില്ല, ബൈക്കും കയറാൻ പാടില്ല, ബൈക്കും ഓട്ടോറിക്ഷയും കയറാൻ പാടില്ല. ചില ഏരിയയില് പുഴയുടെ പാലത്തിലേക്ക് മാത്രമേ ഉള്ളൂ. അതാ കറക്റ്റ് എംബ്ലം വെച്ചിട്ടുണ്ട്. ബാക്കി സർവീസ് റോഡേ ഉള്ളൂ. ഓട്ടോറിക്ഷ കയറി കഴിഞ്ഞാൽ എടുത്ത് പാട്ടിയിലൂടെ കളയുന്നതാണ്. അല്ല അത് വേണം കേട്ടോ. ഈ പൊലിയന്മാര് അവൻ ഇല്ല, അവരുടെ ജീവൻ തന്നെ ആവത്ത്. കാറ് ബ്രേക്ക് ഒരു കത്തറും ഉണ്ടാവും, മറ്റേ അടുത്ത പറമ്പിലേക്ക് കിടക്കുകയും ചെയ്യും ഓട്ടോക്കാരൻ. കാട്ടവനെ സ്പീഡിനോടി അല്ലെങ്കിൽ അപ്പർ ലൈനും. ഞാൻ കറക്റ്റ് കിലോമീറ്ററിലാണ് ഓടുന്നത്. പാലാന്ന് പറയും നന്നാക്കിയത്. എവിടെ മര്യാദക്ക് തൂണടിച്ചുണ്ടാക്കിയത്. അവസാനം തൂണടിച്ചാണല്ലോ ഉണ്ടാക്കിയത്. രണ്ടാമത് തൂണടിച്ചിട്ടുണ്ടോ? അത് ആദ്യം ചെയ്താൽ പറയായിരുന്നു. റോഡ് ഇവിടെ അല്ല പുള്ളിയും ബ്രാണ്ട് പിടിച്ചാലും മറ്റേ അവിടെ ഇതിനുണ്ടിട്ട് ഇവിടെ മറ്റേ മൊത്തം മെറ്റലിട്ട് മൂടിയേക്കലായിരുന്നോ ചിപ്സ് ഇട്ടിട്ട് അവിടുന്ന് വലിച്ചു വാരി മൊത്തം ഇവിടെ കൊണ്ടിട്ട് കയറുന്നടാ. അവിടെ ആ ഭാഗം ഇടിഞ്ഞു പോയെ. അവിടെ രണ്ടാമത് വെച്ചിട്ടില്ലേ ആ ഭാഗം ഇടിഞ്ഞു പോയെ.
കോട്ടക്കലാ പറയോ? ഇല്ല, കോട്ടക്കല് കക്കാട്, അടുത്ത് കോട്ടക്കല്, വളാഞ്ചേരി. ഞാൻ ഉച്ചയ്ക്ക് പോലെ ഞാൻ അരമണിക്കൂർ ഇവിടെ ചെല്ലും, അരമണിക്കൂർ ഇവിടെ ചെല്ലും. കുറ്റിപ്പുറല്ലേ? പിന്നെ അവിടെ നിന്ന് എഴയണം. ഇല്ല, കേച്ചേരി വരെ എങ്ങനെയാലും വേഗത്തും. അതേ വേഗം പിന്നെ വണ്ടികളുടെ എണ്ണം കൂടുതലോ. ടൂറിസ്റ്റ് നമ്മുടെ പുറകെ പിന്നെ ഒരു ടോൾ കൂടെ. മറ്റേ ടോളിന് എത്ര രൂപ പോയടാ? എല്ലാം പോകുന്ന നോക്കണം. വളാഞ്ചേരിയിൽ അങ്ങോട്ട് പോയപ്പോൾ 150 രൂപ പിടിച്ചാ. ഓ എൻ്റെ മോനെ, ഇതേ പഴയ മതിലടിക്കൂടി. എന്ത് കഷ്ടല്ലേ. പക്ഷെ അവർക്ക് മറ്റേ ഒരു 150 മീറ്റർ ഗ്യാപ്പിട്ട് ഒരു ഫ്ലൈ ഓവർ കൊടുക്കണ്ടായിരുന്നു. അണ്ടർ പാസേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് ദുരുപയോഗം ചെയ്യും. ഈ രാത്രി പെണ്ണ് പിടിക്കാൻ ഇതിനൊക്കെ കൊണ്ടുപോയി വെച്ച് കെട്ടി കിടക്കും അവിടെ. എന്താ മഴക്കാറ്. തൂകുമ്പോൾ മനസ്സലിയുന്ന കണ്ണൂനിൽ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നു നിന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നു നിന്നേക്കും. കാൽവറി മലയിൽ ക്രൂശിൽ മരിച്ചോരു കാൽവറി മലയിൽ
മരിച്ചോരോ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. പെറ്റതള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന പെറ്റതള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ഓരോ നാളുമേ ഭാരം ചുമക്കുന്ന ഓരോ നാളുമേ ഭാരം ചുമക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എന്നെ രക്ഷിച്ചോരോ പാപഭാരത്തിൽ എന്നെ രക്ഷിച്ചോരോ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ദൂരെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. ചുമച്ചൻ ഉടന്നും പാർക്കുവാൻ എൻ്റെ മകൾ ശോശാമയെ ഗാനം നൽകി. നസ്തം ചെയ്തു നമുക്ക് ആക്സിഡന്റ് സ്ഥലത്തിന്റെ പേരാണ് ഏങ്ങണ്ടിയൂരോ അല്ലല്ലോ? അത് ഏങ്ങണ്ടിയൂര് മറ്റേ ഇരിങ്ങാലക്കുട എടുത്താണ്. വെന്നിയൂര് അത് അങ്ങോട്ട് മാറി പോകും. പുറത്ത് അത്യാവശ്യം നല്ല ചൂടാണല്ലോ. പുറത്ത് അത്യാവശ്യം നല്ല ചൂടാണല്ലോ. Palikilan. Ampalilan. Nah. Nah. Yeah. Oh. BYD electric കൊണ്ടേ പോണേ. ആരാ? BYD. മഹീന്ദ്രയുടെ അല്ലേ? മഹീന്ദ്രയുടെ അല്ല BYD. BYD എന്ന് പറഞ്ഞാൽ ചൈന വണ്ടിയാണ്. അതെ. ചൈന വില കുറവുണ്ടോ? അതിനുണ്ട് 6 ലക്ഷം രൂപ. ഇത്രയുള്ളൂ? പക്ഷെ ഭയങ്കര വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത്?
വണ്ടി വന്നിട്ടുള്ള 600 കിലോമീറ്ററിൻ്റെ 21 ലക്ഷം രൂപ. 23. ആ ബേസിക് മോഡൽ. ബേസിക് മോഡൽ. ആ ഷോറൂം അല്ല, ഓൺ റോഡ്. പിന്നെ ഓൺ റോഡല്ല, ഷോറൂം പ്രൈസ്. പിന്നെ എക്സ്ട്രാ ഫിറ്റിങ്സ് അത് ഇതൊക്കെ എക്സ്ട്രാ ആവും. മോഡിഫിക്കേഷൻ ചെയ്തുള്ള വേറെ വെറൈറ്റി മോഡലുകൾ പിന്നാലെ വരുമെന്ന് പറഞ്ഞു. ഇനി ഞാൻ അങ്ങനൊരു ഇത് ഉണ്ടായിരുന്നു. നെസ്ലെ ഒന്നുമല്ല, അതെനിക്കറിയാൻ മാത്രം. ഈ സാധനം മറ്റല്ല പണ്ടായിരുന്നു ഒരു 10 കൊല്ലം അല്ലെങ്കിൽ ഒരു 8 കൊല്ലമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു പരുവാവും. അത് എൻ്റെ തൂക്കം വിലക്ക് കൊടുക്കണം, അതാണ് സങ്കടം. മസാറ് ഓടിക്കണോ ഓടിച്ചു തീർക്കണം. മസാറ് മെയിൻ്റെനൻസ് ഫ്രീ ആണ്. കാരണം വെച്ചാൽ പുള്ളിക്ക് ആ ടാക്സ് കിട്ടും. ഇത് കിട്ടാൻ വേണ്ടിയിട്ടേ പുള്ളി കമ്പനിയുടെ പേരിൽ വണ്ടി എടുക്കും. അപ്പോൾ ഒരുപാട് മെയിൻ്റെനൻസ് ചെയ്യേണ്ട കാര്യമില്ല. 1.5 കിലോമീറ്ററിന് മാത്രം ഓയിൽ ചേഞ്ച് ചെയ്തും മറ്റേതൊക്കെ ചെയ്തിട്ട് ടയർ മാറ്റിയാൽ മതി. മെയിൻ്റെനൻസ് കമ്പനി കൊടുക്കുമോ? കമ്പനിയല്ലടാ, മെയിൻ്റെനൻസ് ഇല്ലാണ്ട് അവിടെ പുള്ളി അവിടെ 2 ലക്ഷം കിലോമീറ്റർ പുള്ളി വണ്ടി മാറ്റുമെന്ന് ചെയ്യും. അവസാനം കമ്പനിയിൽ നല്ല സപ്പോർട്ടല്ലേ? ഓർമ്മക്ക് കഴിഞ്ഞാൽ പിന്നെ പൗർണിക്കിന്റെ കാര്യം പറയണ്ട. കാരണം അവര് 5 ജില്ലയിലുണ്ട്, 5-6 ജില്ലയിലുണ്ട്. 6 ജില്ലയില്. അത് തെറ്റാണടാ. നമ്മൾ 75 കിലോമീറ്റർ പോകുന്നുണ്ട്. ഇപ്പൊ അത് കാണിച്ചത് 46. അത് കാര്യമാക്കണ്ട വിട്ടു. 46 മൈലായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിട്ടുണ്ടാവുന്നേ, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ. കാശ് വിടുക എന്നുള്ളതാണല്ലോ മെയിൻ. 40 എന്നാ ഫോട്ടോ എടുക്കാല്. ചിലത് കംപ്ലൈൻറ്റ് ഉണ്ടാവുള്ളൂ. വെക്കാൻ നേരത്തെ ആന പൂനാന്നൊക്കെ പറയും. വെക്കാൻ നേരത്തെ ആന പൂനാന്നൊക്കെ കമ്പനിക്കാർ പറയും. മാസത്തിലൊരിക്കൽ ചെക്കിങ്. വാഗ്ദാനങ്ങൾ പലതും ഉണ്ടാവും. വാഗ്ദാനങ്ങൾ പലതും ഉണ്ടാവും കമ്പനി ക്യാമറ സെറ്റ് ചെയ്യുമ്പോഴേ. സാധാരണ മറ്റേ പോസ്റ്ററൊക്കെ വെച്ചാൽ ആ ക്യാമറ 250 കോടിയോ 300 കോടിയൊക്കെ മുടക്കിയതോ. എന്തോരം റോഡ് നന്നാക്കണമെന്ന് ആ പൈസ ഉണ്ടല്ലേ, ആൾക്കാരുടെ നെഞ്ചത്ത് കയറാൻ വേണ്ടിയിട്ട്. ഓ, ഈ റോഡൊക്കെ നന്നാണ്. എന്തോരം ബ്ലോക്കായിരുന്നു. പുറത്തെ ഭ്രാന്തായി. കോഴിക്കോടൊക്കെ വണ്ടി കയറിട്ട് നേരെ മഴ. അയ്യോ, മറ്റേ പുള്ളി റെയിൽവേക്ക് സാങ്ഷൻ അല്ലേ? ആർക്കറിയാം. അതിവേഗ പാത. പക്ഷെ വേറെ സ്ഥലം ഏറ്റെടുക്കണില്ലാതാണ്. ഉള്ള പാത വികസിപ്പിക്കണം. ഉള്ള പാത വികസിപ്പിച്ചു വെച്ചിട്ട് കുഴപ്പമില്ല. ഉള്ള പാത 2 സൈഡും വികസിപ്പിക്കും. ഇനി ഉള്ള പാതയുടെ സൈഡിൽ ഇച്ചിരി എടുത്തു പോയാലും കുഴപ്പമില്ല. അത് ചില സ്ഥലങ്ങളിൽ തൂണ് കൊടുക്കുന്നിടത്ത് തൂണ് കൊടുത്ത് പൊക്കി പോരും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. സാധാ സ്റ്റേഷനിൽ ഇല്ല, അതിന് സെപ്പറേറ്റ് സ്റ്റേഷനാ. അതിവേഗ പാതയ്ക്കുള്ള സെപ്പറേറ്റ് സ്റ്റേഷനാണ്. 60,000 കോടി രൂപ ചെലവ്. നമ്മൾ സർക്കാർ തന്നെ അടിച്ചെടുക്കേണ്ടത്. മോദിജി ആണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ നോട്ടാക്കാൻ പോകുന്നു. എന്തെങ്കിലുമൊക്കെ വേണം. വേറെ പ്രിന്റിംഗ് മെഷീൻ വന്നിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനം അടിച്ചെടുത്താക്കണമെന്ന് ഞാൻ എളുപ്പമുണ്ടായിരുന്നില്ലേ? അതെ, ഇത്ര ദിവസം ടാക്സ് അടിച്ചോളൂ. ഇപ്പം എല്ലായിടത്തും ഓവർനൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും.
നമ്മളെ 3:30 ആയപ്പോൾ തട്ടി എണിപ്പിച്ച് വിട്ടേന്ന് മനസ്സിലായി ടോളുകാർ. അത് അവിടുന്ന് വണ്ടി ഇടാൻ പാടില്ല, വണ്ടി റഷ് ചെയ്ത് തുടങ്ങിയായിരുന്നു. അല്ല അപ്പോൾ ഈ ഉറക്കം വരുന്ന ഓൺ ദി വേയിൽ ഉറക്കം വരുന്നവരെന്ത് ചെയ്യുന്നേ? എനിക്ക് അതാ മനസ്സിലാവാത്തത്. എവിടെയും തിന്ന് കയറ്റാന്നാണോ? അതായിരിക്കും അങ്ങനെ ഉള്ളൂ. സർവീസ് റോഡിലുള്ള ഗ്യാപ്പ്. ആ സർവീസ് റോഡിലോ മറ്റേ 2 വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പൂർണ്ണ ഗർഭിണിയായ പെണ്ണ് നടന്നു പോകാനൊക്കെ ആ വയർ കൊണ്ടാ പോകും. അത്രയുണ്ട് വീതി. ശരി അതെ. ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു ന്യൂസിൽ ഇത്ര എമർജൻസി അല്ലാത്ത സിറ്റുവേഷനിൽ മറ്റേ ഈ ഹൈവേയിൽ വണ്ടി ഇടാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. ജാക്സൺ പെരുമ്പാവൂരുണ്ടല്ലേ? L40 Y V ആണത്. ആ വിക്ക് വി XY. ആ നമ്മുടെ വണ്ടിയാണ് പുതിയത്. അപ്പം നമ്മുടെ വണ്ടിയാണ് പുതിയത്. UWXY. അതിന് 1 ലക്ഷം കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ പവിഴത്തിന്റെ റൈസിന്റെ എണ്ണ ഉണ്ടോ? ഇനിയിപ്പോൾ അധികം നേരം ഇല്ലല്ലേ? കുറ്റിപ്പുറം ആവാൻ ഇനിയിപ്പോൾ അധികം നേരം ഇല്ലല്ലേ? അത് കാര്യമാണ്. സമ്മതി പരിപാടി ചിലപ്പോൾ JCBയുടെ കൈ വെച്ചൊരു ഊത്തോർത്തായിരിക്കും. മറ്റേ നമ്മളെ വിളിച്ചില്ല, അന്വേഷണം വിളിച്ചില്ല. ആ സെറ്റ് ചൊവ്വാഴ്ച തരാൻ പറ്റുമെന്ന് എന്നോട് പറഞ്ഞാൽ തരാൻ പറ്റുമെന്നാ മറ്റേ ചങ്ങാതി പറഞ്ഞേ. ജിബി ഞാൻ നമ്മളെടുത്ത് അറിയും. കാരണം അനീഷ ഏത്
പല പ്രയോജനമുള്ളൂ. ഫുള്ള് കാണുന്നവർക്കേ കിട്ടുള്ളൂ. ഇതിനിടയ്ക്ക് എടുത്ത് കട്ട് ചെയ്തിട്ട് പാട്ടുണ്ടായി. അരമണിക്കൂറായതിന് ഇടയ്ക്ക് കട്ട് ചെയ്ത് പാട്ടിൻ്റെ പാടത്തുനിന്ന് പറയുന്നത് എല്ലാ സൈനും ഇത്ര സെക്കൻഡ് മാറ്റി കട്ട് ചെയ്തിട്ടായാലും പുതിയ മോഡല് മറ്റേ അവനോട് മറ്റേ എക്സർ ടൈപ്പ് ഒന്നും പറഞ്ഞില്ല അവനോട്. മറ്റേ ഇനി പുതിയത് എടുത്തു കഴിഞ്ഞാൽ ഞാനെ വിളിച്ചു പറഞ്ഞാൽ കേട്ടോ. ലൈറ്റ് അടുപ്പിച്ച് ഉണക്കണമല്ലോ. ലൈറ്റ് അടുപ്പിച്ച് ഉണക്കണമല്ലോ. മറ്റേത് ജനറേറ്ററെ വാഷ് ചെയ്തിട്ടില്ലേ? അല്ല 15 വാഷ് ചെയ്ത് ഉണക്കിയില്ല. മഹീന്ദ്ര കണക്ട് ചെയ്തിട്ടാല്ലേ? അതിൻ്റെ ഒരു അരമണിക്കൂർ നമുക്ക് മറ്റേതൊന്ന് ഓടിച്ചു നോക്കാം. മറ്റേ പെട്രോളേ അല്ല ഇനി അത് സ്ഥലമാണോ പിന്നെ അതിന് പിന്നെ പൈസ നോക്കാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അറിയില്ലേ? പറഞ്ഞില്ല. അത് കിട്ടണ കൊടുക്കാൻ നമ്മൾ തയ്ക്കാൻ നിന്നാൽ പിന്നെ പൈസ കൊടുക്കണ്ടേ, കയറ്റി ഇറക്കി കൊണ്ടു കിടക്കണ്ടേ. എന്തായാലും ഇവൻ്റെ ഇത് കിട്ടുമെന്ന് നോക്കും. ജ്യൂസുകാരനെ കിട്ടുമെന്ന് നോക്കുക. ഇല്ല, ജ്യൂസുകാരനെ കിട്ടുമെന്ന് നോക്കാൻ. അത് കിട്ടാൻ ഒന്ന് വൃത്തിമേനായിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് അവിടെ വയ്ക്കാം, മൂലയ്ക്കാകാം. അത്യാവശ്യം നല്ല പൈസ ലാഭത്തിൽ വരികയാണെങ്കിൽ കൊടുത്താൽ മതി. ഇത് അവിടെ ഇരിക്കട്ടെ. ജ്യൂസുകാരന് അത്യാവശ്യം മറ്റേ എല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടതല്ലേ. കണ്ടു പോയാ സിംഗിൾ പൈസ ഇല്ലേ? ലോഡ് ബാലൻസിങ് ആവോ? ബാലൻസിങ് ആവാൻ പറ്റുമോ? ഇലക്ട്രീഷനോട് ചോദിച്ചിട്ട് പറയുന്നു. അത് ബാലൻസിങ് ആക്കാൻ പറ്റും. കറണ്ട് പോകുമ്പോഴുള്ള ആവശ്യമുള്ളതെല്ലാം 3 ഇതിനകത്താക്കി കൊടുക്കുക. എന്നിട്ട് മറ്റേത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക.
അതിലൊക്കെ